ചെയ്യുന്നത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന ചാപ്റ്ററാണ്. എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന ചാപ്റ്ററാണ്. സോ അതിലാദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് എൻ്റർപ്രൈസ് എന്നുള്ളതാണ്. എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം നമുക്ക്. എൻ്റർപ്രൈസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് അതർ റിസോഴ്സസ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ ഗോൾ. ഒരേ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് കുറേ ആളുകളും കുറേ മറ്റ് റിസോഴ്സുകളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻ്റർപ്രൈസ് എന്ന് പറയുക. ഏത് എൻ്റർപ്രൈസിന് ഒരു കോമൺ ഗോൾ ഉണ്ടാകും. ഇപ്പോൾ ബാങ്കിങ് എന്നുള്ള ഒരു എൻ്റർപ്രൈസിന് ബാങ്കിങ് എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അത് കുറേ ആളുകളും കുറേ റിസോഴ്സുകളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. സോ ഏത് എൻ്റർപ്രൈസിലും കുറേ ആളുകളുണ്ടായിരിക്കും, മറ്റ് റിസോഴ്സ് ഉണ്ടായിരിക്കും. സോ ദേ ആർ വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ ഗോൾ. അവരെല്ലാവരും ഒരു പെർട്ടിക്കുലർ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റർപ്രൈസിനെ കുറിച്ച് നമുക്ക് ജനറലായിട്ട് പറയാം. ഒരു എക്സാമ്പിൾ എൻ്റർപ്രൈസിനകത്ത് എടുക്കുകയാണെങ്കിൽ എൻ്റർപ്രൈസ് മേ കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു എൻ്റർപ്രൈസിനകത്ത് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. എങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും? സച്ച് ആസ് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ്, പർച്ചേസ്, ഫിനാൻസ്, ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു സംഭവമാണ് പൊതുവെ ഒരു എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ അപ്പോൾ എൻ്റർപ്രൈസ് എന്താണെന്ന് മനസ്സിലായി. എൻ്റർപ്രൈസിനകത്ത് കുറേ ആളുകളുണ്ടായിരിക്കും, കുറേ റിസോഴ്സ് ഉണ്ടായിരിക്കും, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, അവർക്കൊരു കോമൺ ഗോളുണ്ട്, ലക്ഷ്യമുണ്ട്. അതിനകത്ത് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, പ്ലാനിങ്, സെയിൽസ്, പർച്ചേസ്, ഫിനാൻസ്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ അടങ്ങിയൊരു സംഭവമായിരിക്കും. ഇനി എന്തിനാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ പഴയ രീതിയിലുള്ളൊരു എൻ്റർപ്രൈസിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും, പക്ഷേ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഈ കാണുന്ന പോലെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് വരും. ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നല്ലാതെ പരസ്പരം ഒരു കോർഡിനേഷൻ പലപ്പോഴും ഉണ്ടാവാറില്ല. ഈ കോർഡിനേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ടൊരു എൻ്റർപ്രൈസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് മറിച്ച് ഒരു ERP കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും നമുക്കൊരു സെൻട്രൽ ഡേറ്റാബേസ് ഉപയോഗിച്ച്, ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും പരസ്പരം കണക്ട് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് ERP എന്നും എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട ERP സോഫ്റ്റ്വെയറും ഉപയോഗിക്കാൻ കാരണം. അപ്പോൾ ERP എന്നുള്ള കൺസെപ്റ്റ് ഇതാണ്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ പരസ്പരം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ഡേറ്റാബേസ് ഉപയോഗിക്കും. ആ ഡേറ്റാബേസിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പരസ്പരം ആ ഡേറ്റാബേസ് ഉപയോഗിച്ച് ഡേറ്റ പരസ്പരം ഷെയർ ചെയ്യും. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അതാണ് ഈ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു എൻ്റർപ്രൈസിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഡിപ്പാർട്ട്മെൻറ്റുകളെ പരസ്പരം സംയോജിപ്പിച്ച് നല്ല കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് ഒരു സെൻട്രൽ ഡേറ്റാബേസ് ഉപയോഗിച്ച് എല്ലാവരുടെയും ഡേറ്റ ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് ആ ഡേറ്റ ഷെയർ ചെയ്ത് പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം. ഓക്കെ, ഇനി ERPനെ കുറിച്ച് എന്താണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്? ERP എന്ന് പറഞ്ഞാൽ എന്താണ്? സോ വാട്ട് ഈസ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്? ERP റിസോഴ്സ് പ്ലാനിങ് എന്നാണ് ചോദ്യം. വാട്ട് ഈസ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്? എന്താണ് ഒരു ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട്സ് എൻ ERP? ഇതാണ് ചോദ്യം. വാട്ട്സ് എൻ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് ആൻസർ ഇങ്ങനെ എഴുതാം നമുക്ക്. ERP system is a fully integrated business management system for covering financial areas of an enterprise like finance, human resources, production, sales, logistics, etc. ഒരു ഇത് ERP എന്ന് പറഞ്ഞ ഒരു ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ERP പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതൊരു ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതെന്തൊക്കെ കവർ ചെയ്യും? അത് ആ കമ്പനിയുടെ ഫിനാൻസ് എന്തൊക്കെ കവർ ചെയ്യും? ആ കമ്പനിയുടെ ഫിനാൻസ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, പ്രൊഡക്ഷൻ, സെയിൽസ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയറാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു എൻ്റർപ്രൈസിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇതിനെയൊക്കെ സംയോജിപ്പിച്ച് വളരെ ഭംഗിയായിട്ടൊരു ഓർഗനൈസേഷൻ നടക്കാനുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് എൻവയോൺമെൻറ്റാണ് ERP എന്ന് പറയുന്നത്. ഓക്കെ, ERPയുടെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. സോ യു ക്യാൻ റൈറ്റ് ദ കീ എലമെൻറ്റ് ഓഫ് ERP ഈസ് ദ യൂസ് ഓഫ് എ സിംഗിൾ ഡേറ്റാബേസ് ടു സ്റ്റോർ ഡേറ്റ ഓഫ് വേരിയസ് സിസ്റ്റം മൊഡ്യൂൾസ്. ഒരു ERPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിലൊരു സിംഗിൾ ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാര്യങ്ങൾ പരസ്പരം സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരു സിംഗിൾ ഡാറ്റാബേസ് ഉണ്ടായിരിക്കും ERP-യിൽ. അതാണ് ERP ഡാറ്റ. അതാണ് നമ്മൾ ഇവിടെ നേരത്തെ കണ്ട ഈ ചിത്രം കണ്ട ഒരു സിംഗിൾ ഡാറ്റാബേസ് ഉണ്ടാവും. എല്ലാവരും ഇൻഫർമേഷനും ആ സിംഗിൾ ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പരസ്പരം ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും. സോ അതാണ് ERP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ വാട്ട് ഇസ് എൻ ERP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതാം നമുക്ക്? ERP ഈസ് എ ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. പൂർണ്ണമായിട്ടും ഒരു കംപ്ലീറ്റ് പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്, ഒരു സോഫ്റ്റ്വെയറാണ് ERP. അത് പിന്നെ എന്തൊക്കെ ഏരിയ കവർ ചെയ്യും? ആ ഓർഗനൈസേഷനിലെ ഫൈനാൻസും ഹ്യൂമൻ റിസോഴ്സ്, പ്രൊഡക്ഷൻസ്, സെയിൽസ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന ആ കംപ്ലീറ്റ് സിസ്റ്റത്തെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ERP. ഓക്കെ, അപ്പോൾ ആ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ERP. നമുക്ക് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, ഇത് ഞാൻ ജനറലായിട്ട് പറഞ്ഞാണ്. എന്താണ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞു അല്ലേ, എന്താണ് ERP എന്ന് പറഞ്ഞു. അതൊരു സോഫ്റ്റ്വെയറാണ്. ആദ്യം മനസ്സിലാക്കുക, ERP ഈസ് എ സോഫ്റ്റ്വെയർ. ഇറ്റ്സ് എ ഇൻറ്റഗ്രേറ്റഡ് ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അത് പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ERP. ഇനി പ്രധാനപ്പെട്ട നമ്മളെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫിനാൻഷ്യൽ യൂണിറ്റ്സ് ഓഫ് ERP. അതിൻ്റെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എൻ ERP നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എൻ ERP. അതിൽ ആദ്യത്തെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മൊഡ്യൂളാണ്. ആദ്യത്തെ ഫങ്ഷണൽ യൂണിറ്റ് ഫിനാൻഷ്യൽ മൊഡ്യൂൾ. ഇതാണ് ദിസ് മൊഡ്യൂൾ ഈസ് ദ കോർ ഓഫ് മെനി ERP സോഫ്റ്റ്വെയർ പാക്കേജ്. എല്ലാ ERP പാക്കേജിലും എന്തുണ്ടാവും? ഒരു ഫിനാൻഷ്യൽ മൊഡ്യൂൾ ഉണ്ടാവും. അതാണ് ആ കമ്പനിയിലെ മൊത്തം ഫിനാൻഷ്യൽ കാര്യങ്ങൾ പിന്നെ ഹാൻഡിൽ ചെയ്യണത്. ഇറ്റ് ക്യാൻ കളക്ട് ഫിനാൻഷ്യൽ ഡാറ്റ ഫ്രം വേരിയസ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ജനറേറ്റ് വാല്യുബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുകയും എന്നിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. എന്തൊക്കെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക? അതിനകത്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഇൻക്ലൂഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, ജനറൽ ലെഡ്ജർ ഉണ്ടാവും, ട്രയൽ ബാലൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തുടങ്ങി പല എന്തുണ്ടാവും ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കുറേ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മൊഡ്യൂളിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇത് നിങ്ങൾക്ക് കോമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. എന്താണ് ബാലൻസ് ഷീറ്റ്, എന്താണ് ജനറൽ ലെഡ്ജർ, എന്താണ് ട്രയൽ ബാലൻസ്, എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മൊഡ്യൂളിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോവാം. സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത് മാനുഫാക്ചറിങ് മൊഡ്യൂൾ. ഓക്കെ, മാനുഫാക്ചറിങ് മൊഡ്യൂൾ. ഈ മാനുഫാക്ചറിങ് മൊഡ്യൂൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മാനുഫാക്ചറിങ് മൊഡ്യൂൾ കണ്ടെയ്ൻസ് നെസസറി ബിസിനസ് റൂൾ ടു മാനേജ് എൻറ്റയർ പ്രൊഡക്ഷൻ പ്രോസസ്സ്. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനെ കംപ്ലീറ്റ് മാനേജ് ചെയ്യാൻ, പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കംപ്ലീറ്റ് മാനേജ് ചെയ്യാനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് മാനുഫാക്ചറിങ് മൊഡ്യൂളിലുണ്ടായിരിക്കുക. നമുക്കറിയാം, മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ട്. ആ പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ നിയമങ്ങളും ഏതിനകത്തുണ്ടാവും? മാനുഫാക്ചറിങ് മൊഡ്യൂളുണ്ടാവും. അപ്പോൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂളാണ് എന്ത്? മാനുഫാക്ചറിങ് മൊഡ്യൂൾ. ഓക്കെ, വേണമെങ്കിൽ ഇത്രയും കൂടെ നിങ്ങൾക്ക് എഴുതാം. അതിൻ്റെ കൂടെ എന്ത് പറയാം? ഈ പ്രൊഡക്ഷൻ മൊഡ്യൂൾ, ദിസ് മൊഡ്യൂൾ ഓഫ് ERP എനേബിൾസ് എൻ എൻ്റർപ്രൈസ് ടു കമ്പൈൻ ടെക്നോളജി ആൻഡ് ബിസിനസ് പ്രോസസ്സ്. ഒരു കമ്പനിയിലെ ബിസിനസ് പ്രോസസ്സും അടുത്ത ടെക്നോളജിയെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് മാനുഫാക്ചറിങ് മൊഡ്യൂളിൻ്റെ പ്രധാനപ്പെട്ട. ഇത്രയും മനസ്സിലാക്കുക. മാനുഫാക്ചറിങ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് പറയുക, അതിനുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ടെക്നോളജിയും ബിസിനസ് പ്രോസസ്സിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, കമ്പൈൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് മാനുഫാക്ചറിങ് മൊഡ്യൂളിൽ ചെയ്യാനുള്ളത്. ബേസിക്കലി എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് മാനുഫാക്ചറിങ് മൊഡ്യൂളിലുണ്ടായിരിക്കും. നൗ പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ. തേർഡ് വൺ ഈസ് പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ. This module is used for optimizing the utilization of available resources and helps the organization to plan their production. ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. പ്ലാൻ ചെയ്ത ശേഷമാണ് മാനുഫാക്ചർ ചെയ്യുക അല്ലേ. അപ്പോൾ ഒരു കമ്പനിയുടെ പിന്നെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂളിൻ്റെ ആ പേര് തന്നെ മനസ്സിലാക്കുക. പ്രൊഡക്ഷനെ പ്ലാൻ ചെയ്യാനുള്ള മൊഡ്യൂൾ.
ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള പ്ലാൻ ചെയ്യാനുള്ള മൊഡ്യൂളാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ. ഇത് ഇതിനകത്തുണ്ടാവും, ഒരു ERP സോഫ്റ്റ്വെയറിനകത്തുണ്ടാവും. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട ഇത് എന്താ ചെയ്യുന്നത്, ദിസ് മൊഡ്യൂൾ എന്താ ചെയ്യുന്നത്, യൂസ്ഡ് ഫോർ ഒപ്റ്റിമൈസിങ് ദ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അവൈലബിൾ ആയിട്ട് റിസോഴ്സസ് എങ്ങനെ ഒപ്റ്റിമൈസ്ഡ് ഫോമിൽ വളരെ കൃത്യമായിട്ട് നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലാൻ ദെയർ പ്രൊഡക്ഷൻ, ആ പിന്നെ എന്ത് പ്രൊഡക്ഷനാണോ കമ്പനി ഉദ്ദേശിക്കുന്നത്, ആ മാനുഫാക്ചർ ചെയ്യുക ഉദ്ദേശിക്കുന്നത്, ആ പ്രൊഡക്ഷനെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ മൊഡ്യൂൾ. നിങ്ങൾ ഈ പേരുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ, ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ഈ പേരിൽ തന്നെ അത് മനസ്സിലാവും. പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂളാണ്. ഓക്കെ, നൗ അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ HR മൊഡ്യൂളാണ്. ഫോർത്ത് വൺ ഈസ് HR മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസ്. HR സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമൻ റിസോഴ്സ്. HR എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ റിസോഴ്സാണ്. ഒരു കമ്പനിയിലെ എംപ്ലോയീസിനെയാണ് നമ്മളെന്ന് പറയുക ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ HR മൊഡ്യൂൾ ഒരു ERP സോഫ്റ്റ്വെയറിലെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഓക്കെ, ഉദാഹരണമായിട്ട് HR മൊഡ്യൂൾ മെയിൻറ്റെയിൻസ് ആൻ അപ്ഡേറ്റഡ് ആൻഡ് കംപ്ലീറ്റ് എംപ്ലോയി ഡേറ്റാബേസ്. ആ കമ്പനിയിലെ മുഴുവൻ എംപ്ലോയീസിനെ ഡേറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യും. മാത്രമല്ല ഇൻക്ലൂഡിങ് പേഴ്സണൽ ഇൻഫർമേഷൻ, സാലറി ഡീറ്റെയിൽസ്, അറ്റൻഡൻസ്, പെർഫോമൻസ്, പ്രൊമോഷൻ. എംപ്ലോയിൻ്റെ അറ്റൻഡൻസും സാലറിയും പ്രൊമോഷനും പെർഫോമൻസും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് HR മൊഡ്യൂളാണ്. അപ്പോൾ നമ്മൾ കമ്പനിക്ക് ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്താൽ ആ എംപ്ലോയിക്ക് ഗ്രോത്ത് കൊടുക്കണോ, മാനേജർ ആക്കണോ, ഡയറക്ടർ ആക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് HR ആണ്. അപ്പോൾ അവരുടെ പെർഫോമൻസൊക്കെ നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആണിത് ചെയ്യേണ്ടത്. അവരുടെ സാലറി എത്ര കൊടുക്കണം, അവർക്ക് പ്രൊമോഷൻ എങ്ങനെ കൊടുക്കണം, ഇതൊക്കെ ചെയ്യേണ്ടത് HR മൊഡ്യൂൾ വഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ ഇൻവെൻട്രി കൺട്രോൾ മൊഡ്യൂൾ. നമുക്കറിയാം ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത്, പിന്നെ നെക്സ്റ്റ് മൊഡ്യൂൾ ഇൻവെൻട്രി കൺട്രോൾ മൊഡ്യൂൾ. ഈ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്കിനെയാണ് പൊതുവെ ഇൻവെൻട്രി എന്ന് പറയാം, അല്ലേ? ദിസ് മൊഡ്യൂൾ കവേഴ്സ് പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് ഇൻ ദ വെയർ ഹൗസ്. വെയർ ഹൗസിൽ സ്റ്റോക്ക് എല്ലാ ആവശ്യത്തിനുള്ള ഓരോ ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് കൃത്യമായിട്ടുണ്ട് എന്ന് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മൊഡ്യൂളാണ്. അപ്പോൾ ബേസിക്കലി സ്റ്റോക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇൻവെൻട്രി കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. മറ്റൊരു മൊഡ്യൂളാണ് പർച്ചേസിങ് മൊഡ്യൂൾ. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്ഷൻ, ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. സോ ERPയിലെ നെക്സ്റ്റ് മൊഡ്യൂളാണ് പർച്ചേസിങ് മൊഡ്യൂൾ. സോ പർച്ചേസിങ് മൊഡ്യൂൾ എന്താ ചെയ്യുക, പർച്ചേസിങ് മൊഡ്യൂൾ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റിക്വയർഡ് റോ മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്രൈസ്. ശരിയായ സമയത്ത് റോ മെറ്റീരിയൽസ്, അപ്പോൾ ചില സമയത്ത് വളരെ ചെറിയ പ്രൈസിൽ റോ മെറ്റീരിയൽ കിട്ടും, അല്ലേ? അപ്പോൾ ശരിയായ സമയത്ത് ശരിയായ വിലയിൽ ശരിയായ ടൈമിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് പർച്ചേസിങ് മൊഡ്യൂളിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പർച്ചേസിങ് മൊഡ്യൂൾ ചെയ്യുന്നത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, എപ്പോൾ എങ്ങനെ എവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് പർച്ചേസിങ് മൊഡ്യൂൾ. മറ്റൊന്ന് മാർക്കറ്റിംഗ് മൊഡ്യൂൾ. നെക്സ്റ്റ് വൺ മാർക്കറ്റിംഗ് മൊഡ്യൂളാണ്. മാർക്കറ്റിംഗ് മൊഡ്യൂൾ ഈസ് യൂസ്ഡ് ഫോർ മോണിറ്ററിങ് ആൻഡ് ട്രാക്കിംഗ് കസ്റ്റമർ ഓർഡേഴ്സ്, ഇൻക്രീസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫോർ എലിമിനേറ്റിംഗ് ക്രെഡിറ്റ് റിസ്ക്. മാർക്കറ്റിംഗ് മൊഡ്യൂൾ ഈ കസ്റ്റമറെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും, ട്രാക്ക് ചെയ്യും, അവരുടെ ഓർഡറുകൾ ട്രാക്ക് ചെയ്യും. അതിനനുസരിച്ച് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഏത് കമ്പനി ആഗ്രഹിക്കുന്നതാണ്, അവർ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റ് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാർക്കറ്റിംഗ് മൊഡ്യൂളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ ഓർഡർ സ്വീകരിക്കുക, ആ ഓർഡറിനനുസരിച്ച് കസ്റ്റമർ സാറ്റിസ്ഫയബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക എന്നുള്ളതൊക്കെ മാർക്കറ്റിംഗ് മൊഡ്യൂളിൻ്റെ ഡ്യൂട്ടിയാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കസ്റ്റമർ ഓർഡർ മെയിൻ്റെനൻസും ഒക്കെയാണ് മാർക്കറ്റിംഗ് മൊഡ്യൂളിനകത്തുള്ളത്. മറ്റൊന്നാണ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂൾ. ഇത് നിങ്ങൾക്കറിയാം, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെയിൽസ് മൊഡ്യൂൾ ചെയ്യുക. സെയിൽസ് മൊഡ്യൂൾ ഡീൽസ് വിത്ത് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സെയിൽസ് സൈക്കിൾ. സെയിൽസ് സൈക്കിൾ ഇൻക്ലൂഡ് ഇൻക്വയറീസ്, ഓർഡർ പ്ലേസ്മെൻറ്റ്, ഓർഡർ ഷെഡ്യൂളിംഗ്, ഡിസ്പാച്ചിങ്, ഇൻവോയ്സിങ് എക്സെട്ര. അപ്പോൾ ഒരു സെയിൽസ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സെയിൽസ് ഇൻക്വയറി വരും, അല്ലേ? കസ്റ്റമറുടെ അടുത്ത് നിന്ന് സെയിൽസ് ഇൻക്വയറി വരും. എന്നിട്ട് പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യും. ഓർഡർ പ്ലേസ് ചെയ്ത് ആ ഓർഡർ ഷെഡ്യൂൾ ചെയ്യണം. എന്നിട്ട് ആ ഓർഡർ ഡിസ്പാച്ച് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ബില്ലിങ്, ഇൻവോയ്സിങ് ചെയ്യണം, അല്ലേ? അതാണ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു കസ്റ്റമർ സാധനം ഓർഡർ ചെയ്യുമ്പോൾ
അല്ലേ? കസ്റ്റമർ ആദ്യം എൻക്വയറി ചെയ്യും, ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് എൻക്വയറി ചെയ്യും അല്ലേ? നമ്മൾ ആമസോണിലൊക്കെ ആദ്യം സെർച്ച് ചെയ്യും നമ്മളെ പ്രൊഡക്റ്റ് അതിനകത്ത് ഉണ്ടോ, ദാറ്റ്സ് എൻക്വയറി. അതിനുശേഷം നമ്മൾ ആ ഐറ്റം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അതിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യും. ഓർഡർ പ്ലേസ് ചെയ്താൽ പിന്നെ കമ്പനി എന്ത് ചെയ്യും, ആമസോൺ എന്ത് ചെയ്യും, ഇന്ന ഡേറ്റിൽ അത് ഷെഡ്യൂൾ ചെയ്യും, ഇന്ന ഡേറ്റിൽ അത് എത്തിക്കുക എന്നുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കും. എന്നിട്ട് ആ പർട്ടിക്കുലർ ഐറ്റം ഡിസ്പാച്ച് ചെയ്യും, ബില്ല് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂളുള്ളത്, ശരിയല്ലേ? സോ ദെൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അതായത് ഇത് ERP സോഫ്റ്റ്വെയറിൻ്റെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം അല്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ദിസ് മൊഡ്യൂൾ ഈസ് യൂസ്ഡ് ഫോർ മാനേജിങ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ഒരു പിന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. അത് 3 കാര്യമുണ്ട്: ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി കൺട്രോൾ. ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യണം. ക്വാളിറ്റി പ്ലാൻ ചെയ്യണം. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം ആ ഇത്ര ക്വാളിറ്റി വേണം, ആ ക്വാളിറ്റി വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആദ്യം ഒരു പ്ലാനിങ് ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ക്വാളിറ്റി ഇൻസ്പെക്റ്റ് ചെയ്യും, ആ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും, ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ അത് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ ചേഞ്ചസ് വരുത്തും. അതിനാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുക. ആദ്യം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, ക്വാളിറ്റി പ്ലാൻ ചെയ്യണം. ഇന്ന ക്വാളിറ്റി വേണം, അതിനെന്തൊക്കെ ചെയ്യണം തീരുമാനിക്കണം. അങ്ങനെ ക്വാളിറ്റി പ്ലാൻ ചെയ്താൽ പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത ക്വാളിറ്റി ഉണ്ടോ എന്ന് ഇൻസ്പെക്ഷൻ നടത്തണം, ടെസ്റ്റ് നടത്തണം, പ്രൊഡക്റ്റിൽ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ഓക്കെ അല്ലെങ്കിൽ അതിന് ക്വാളിറ്റി കൺട്രോൾ ചെയ്യണം. അതായത് എവിടെയാണോ പ്രശ്നം വന്നത് ആ പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. സോ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഓഫ് എ ERP പാക്കേജ്. നമ്മൾ പരീക്ഷയ്ക്ക് തൽക്കാലം ഇതിൻ്റെ നെയിംസ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതിയാൽ മതി? ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പർ ഇട്ട ഈ സംഭവങ്ങൾ: ഒന്ന് ഫിനാൻഷ്യൽ മൊഡ്യൂൾ, മാനുഫാക്ചറിങ് മൊഡ്യൂൾ, പ്രൊഡക്ഷൻ മൊഡ്യൂൾ അല്ലേ, HR മൊഡ്യൂൾ, ഇൻവെൻറ്ററി കൺട്രോൾ മൊഡ്യൂൾ, പർച്ചേസ് മൊഡ്യൂൾ, മാർക്കറ്റിംഗ് മൊഡ്യൂൾ, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മൊഡ്യൂൾ, ദെൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ് മൊഡ്യൂൾ. ഇത്രയും 9 ഡിഫറെൻറ്റ് മൊഡ്യൂൾസ്, 9 ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ട് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP എന്ന ചോദ്യത്തിന്. നിങ്ങൾ ഇത്രയും ഈ നമ്പർ ഇട്ട ഈ ഹെഡിങ് മാത്രം എഴുതിയാലും മതി. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഫിനാൻഷ്യൽ മൊഡ്യൂൾസിൽ ലെഡ്ജർ, ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യുക. മാനുഫാക്ചറിങ് മൊഡ്യൂളിൽ പിന്നെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക അല്ലേ. അതിൻ്റെ പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂളിൽ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുക. മാനുഫാക്ചറിങ് മൊഡ്യൂളിൽ അതിൻ്റെ എല്ലാ നിയമങ്ങളും, റൂൾസ്, ബിസിനസ് റൂൾസൊക്കെ മാനേജ് ചെയ്തിട്ട് ആ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ. HR മൊഡ്യൂളിൽ പിന്നെ ഈ എംപ്ലോയി റിക്രൂട്ട്മെൻറ്റ് മുതൽ അവരുടെ സാലറി, അവരുടെ അറ്റൻഡൻസ്, അവരുടെ പെർഫോമൻസ്, പ്രൊമോഷനൊക്കെ തീരുമാനിക്കുന്ന HR മൊഡ്യൂളാണ്. ഇൻവെൻറ്ററി കൺട്രോൾ മൊഡ്യൂൾ മെയിൻലി സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ്. പർച്ചേസിങ് മൊഡ്യൂളിൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. മാർക്കറ്റിംഗ് മൊഡ്യൂളിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ സെയിൽസ് പിന്നെ ഇൻക്വയറിയും ഓർഡർ പ്ലേസ്മെൻറ്റും ഓർഡർ ഷെഡ്യൂളിങ്ങും ഡിസ്പാച്ചിങ്ങും ഇൻവോയ്സിങ്ങും ഒക്കെ ചെയ്യേണ്ടത് സെയിൽസ് മൊഡ്യൂളിലാണ്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് മൊഡ്യൂൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്: ക്വാളിറ്റി പ്ലാൻ ചെയ്യണം, ക്വാളിറ്റി ഇൻസ്പെക്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, പിന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP എന്ന ടോപ്പിക്കിനകത്ത് ഇത്രയും 9 പോയിൻറ്റ്സാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP. ഓക്കെ, ചെയ്യാനുള്ളത് ചില ERP പാക്കേജുകളുടെ പേര് പഠിക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. സോ ലെറ്റസ് ഗോ ടു, അത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം നമുക്ക് ഇതൊന്നും പഠിക്കാനില്ല. സോ വിൽ കം ടു ദിസ് വൺ. എന്താണ് ERP സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഓർ ERP പാക്കേജസ്? ERP പാക്കേജ്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് പാക്കേജസ് പറഞ്ഞാൽ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ERP സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് രണ്ടും ഒന്ന് തന്നെയാണ്.
ഏതൊക്കെയാണ് ERP സൊല്യൂഷനായിട്ട് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ സോഫ്റ്റ്വെയറാണ്, ഫസ്റ്റ് സോഫ്റ്റ്വെയറാണ് ഒറാക്കിൾ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു US ബേസ്ഡ് ആണ്. ഒറാക്കിൾ കോർപ്പറേഷൻ ഈസ് US ബേസ്ഡ് കമ്പനി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയാമെങ്കിൽ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, കാലിഫോർണിയയിലുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, ഇവരുടെ ERP വളരെ ഫേമസ് ആണ്. ഒറാക്കിൾ പ്രൊവൈഡ് സ്ട്രോങ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മൊഡ്യൂൾ. ഒറാക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സ്ട്രോങ് ഫിനാൻസ് മൊഡ്യൂളുണ്ട്, ഒരു അക്കൗണ്ടിങ് മൊഡ്യൂളുണ്ട്. So that's the first point that you can note down. Oracle provides strong finance and accounting module. Then idu ezhudam. It also provides good customer and supplier interaction, effective production analysis, efficient human resource management, better pricing module. ഇതൊക്കെ എഴുതി വെക്കാം. ഒറാക്കിളിനകത്തുള്ള പിന്നെ ഉള്ളത് ഒറാക്കിൾ ആൾസോ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, CRM, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, SCM ഒക്കെ ഒറാക്കിളിനകത്തുണ്ട്. നമുക്ക് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഒറാക്കിൾ പ്രൊവൈഡ്സ് സ്ട്രോങ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് മൊഡ്യൂൾ. പിന്നെ അതിൻ്റെ കൂടെ എഴുതുക, ഇറ്റ് ഹാസ് HR module, it has HR module, then pricing ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, അതിനാണ് CRM എന്ന് പറയുന്നത്. CRM, then SCM, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിനകത്ത് CRM ഉണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയർ ഹൗസിൽ നിന്ന് ഒരു ഐറ്റം അല്ലേ കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വെയർ ഹൗസിൽ നിന്ന് പാക്ക് ചെയ്തിട്ട് ട്രക്കുകളിലോ എങ്ങനെയാണെങ്കിലും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അത് ഹോൾസെയിൽ ഷോപ്പിലെത്തുന്നു, ഹോൾസെയിലിൽ നിന്ന് ഡീലറിൽ നിന്ന് കസ്റ്റമർ എത്തുന്നു. ഇത്രയുമുള്ള കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിനൊക്കെയുള്ള മൊഡ്യൂൾസ് ഇതിനകത്തുണ്ട്, ഒറാക്കിളിനകത്തുണ്ട്. സോ ഒറാക്കിൾ ഹാസ്, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഒറാക്കിൾ ഹാസ് സ്ട്രോങ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട് മൊഡ്യൂൾ, HR മൊഡ്യൂൾ, CRM, SCM. എത്ര എഴുതാം. നൗ പിന്നെ മറ്റൊരു സോഫ്റ്റ്വെയറാണ് SAP. SAP എന്ന് വിളിക്കും പലരും, പക്ഷേ SAP അല്ല, SAP സ്റ്റാൻഡ്സ് ഫോർ സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡക്ട്സ് എന്നാണ് പറയുക. ഈ ഫുൾ ഫോം പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. SAP സ്റ്റാൻഡ്സ് ഫോർ സിസ്റ്റംസ് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഫോർ ഡാറ്റ പ്രോസസ്സിങ്. ഇത്ര എഴുതിയേക്കാം, ഫോർ ഡാറ്റ പ്രോസസ്സിങ്. ഇതൊരു ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഇറ്റ് ഹാസ് പ്രധാനപ്പെട്ട മൊഡ്യൂൾസ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട മൊഡ്യൂൾസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് തുടങ്ങിയ മൊഡ്യൂൾസ് അതിനകത്തുണ്ട്. ERPൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ട്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ഉണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ട്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനായിട്ട് ബന്ധപ്പെട്ട കസ്റ്റമർ എൻക്വയറിയും കസ്റ്റമർക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നൽകുക എന്നുള്ളതൊക്കെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. സപ്ലൈ ചെയിൻ ഞാൻ നേരത്തെ പറഞ്ഞു. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങി നിർമ്മിച്ച് അത് ഡെവലപ്പ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന കംപ്ലീറ്റ് ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് പറയുക. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങി ഡിസൈൻ ചെയ്ത് അത് ഡിസൈനിങ് പ്ലാൻ ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അത് പെർഫെക്റ്റ് ആണോ എന്ന് അതിനകത്തുള്ള എല്ലാ എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് അല്ലേ. റോ മെറ്റീരിയൽ വാങ്ങി
ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് പ്രൊഡക്റ്റ് നിർമ്മിച്ചെടുത്ത് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുക, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്. ഇതൊക്കെ അതിനകത്തുണ്ട്, SAPക്കകത്തുണ്ട്. മറ്റൊരു ERP പാക്കേജാണ് ഒഡോ എന്ന് പറയുന്നത്. ഒഡോ ഈസ് ഓപ്പൺ സോഴ്സ് ERP. അത്രയും പഠിച്ചാൽ മതി അതിനെക്കുറിച്ച്. ഒഡോ വാസ് ഫോർമലി ഓപ്പൺ ERP എന്നായിരുന്നു അതിൻ്റെ പഴയ പേര്. പിന്നെ ഒഡോ ഒരു ഓപ്പൺ സോഴ്സാണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് കോഡ്, അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കോഡ്, പ്രോഗ്രാം പിന്നെ കസ്റ്റമർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ വർക്കിംഗ് കോപ്പി മാത്രമല്ല അതിൻ്റെ സോഴ്സ് കോഡും കൂടെ നമുക്ക് കിട്ടും, അതിൻ്റെ പ്രോഗ്രാമും കൂടെ നമുക്ക് തരും. അങ്ങനെയുള്ള ഓപ്പൺ സോഴ്സാണ്. അപ്പോൾ ക്യാഷ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ് ഒഡോ എന്ന് പറയുന്നത്. SAPയും ഒറാക്കിളൊക്കെ എല്ലാം കോടിക്കണക്കിന് രൂപ കൊടുത്താലേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്താലേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒഡോ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. മറ്റൊന്നാണ് മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്. മറ്റൊരു SAPാണ്, ERP ആണ്. ERP സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്. ഇത് പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദിസ് പാക്കേജ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ആൻഡ് യൂസ്ഡ് ഈസിലി ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഗുഡ് യൂസർ ഇൻ്റർഫേസ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ഇത്രയും പോയിൻറ്റ്സ് അങ്ങ് എഴുതിയേക്കാം. ഇത് വളരെ സിമ്പിളാണ്, വളരെ സുന്ദരമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരു പ്രയാസമൊന്നും ഇല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യാം. വളരെ നല്ല യൂസർ ഇൻ്റർഫേസാണ്. അതായത് പിന്നെ ഇത് ഒരു കമ്പനിയിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഇത് ഉപയോഗിക്കാൻ നല്ല സുഖമാണ്, എളുപ്പമുള്ള യൂസർ ഇൻ്റർഫേസാണ്. പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും കൂടെ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. സോ മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് മറ്റൊരു ERP സോഫ്റ്റ്വെയറാണ്. ദെൻ മറ്റൊന്നാണ് ടാലി. ഇന്ത്യയിലെ ബാംഗ്ലൂരിലുള്ള ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തതാണ് ടാലി ERP. ടാലീസ് പ്രൈവറ്റ് ബാംഗ്ലൂർ ബേസ്ഡ് സോഫ്റ്റ്വെയർ കമ്പനി ഇൻ ഇന്ത്യ. ടാലിയുടെ പ്രത്യേകത, പിന്നെ ടാലി ERP ഈസ് ബിസിനസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഫോർ അക്കൗണ്ടിങ്, ഇൻവെൻട്രി ആൻഡ് പേറോൾ. പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങും ഇൻവെൻട്രിയും പേറോളുമാണ് ഈ ടാലി ERP ഉള്ളത്. അത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനകത്തുള്ള മൊഡ്യൂൾസാണ്. ഒന്ന് അക്കൗണ്ടിങ് മൊഡ്യൂൾ, മറ്റൊന്ന് ഇൻവെൻട്രി മൊഡ്യൂൾ, മറ്റൊന്ന് പേറോൾ മൊഡ്യൂൾ. ഇതൊക്കെ ടാലി ERPക്കകത്തുള്ളതാണ്. ഓക്കെ, ദെൻ ഇത്രയും സോഫ്റ്റ്വെയറുകളാണ് നമുക്ക് പിന്നെ ERP സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ERP പാക്കേജസായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ഒറാക്കിളാണ്. ഒറാക്കിളിനകത്ത് നമുക്കറിയാം ഫൈനാൻസ് മൊഡ്യൂളുണ്ട് അല്ലേ. ഒറാക്കിളിനകത്ത് പ്രധാനപ്പെട്ടത് ഫൈനാൻസ് മൊഡ്യൂളുണ്ട്, അക്കൗണ്ടിങ് മൊഡ്യൂളുണ്ട്, HR മൊഡ്യൂളുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മൊഡ്യൂളുണ്ട്. ദെൻ CRM ഉണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മൊഡ്യൂളുണ്ട്. ഇതാണ് ഒറാക്കിളിൻ്റെ പ്രത്യേകതകൾ. പിന്നെ SAP ഒരു ജർമ്മൻ കമ്പനിയാണ്. അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. സിസ്റ്റംസ് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ് എന്നാണ് ഫുൾ ഫോം. ജർമ്മൻ കമ്പനിയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട മൊഡ്യൂൾസ് CRM ഉണ്ട്, SCM ഉണ്ട്, PLM ഉണ്ട്. ഇത്രയും മൊഡ്യൂൾസാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. പിന്നെ മറ്റൊരു ERP സോഫ്റ്റ്വെയർ ആണ് ഒഡോ. ഒരു ഓപ്പൺ സോഴ്സാണ്, അതിൻ്റെ സോഴ്സ് കോഡും കൂടെ അവൈലബിൾ ആയിരിക്കും, ഒന്ന് പഠിച്ചാൽ മതി. മറ്റൊന്നാണ് മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടെ മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്. മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സിൻ്റെ പ്രത്യേകത വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, നല്ല യൂസർ ഇൻ്റർഫേസാണ്, ആളുകൾക്ക് ഉപയോഗിക്കാൻ നല്ല സൗകര്യമാണ്. CRM മൊഡ്യൂളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. മറ്റൊന്നാണ് ടാലി ERP. ടാലി ERP ഇറ്റ്സ് ആൻ ഇന്ത്യൻ കമ്പനിയാണ്. ടാലി ബാംഗ്ലൂർ ബേസ്ഡ് ഇന്ത്യൻ കമ്പനിയാണ്. ഇതിനകത്ത് നല്ല അക്കൗണ്ടിങ് മൊഡ്യൂളുണ്ട്, ഇൻവെൻട്രി മൊഡ്യൂളുണ്ട്, പേറോൾ മൊഡ്യൂളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ERP സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ഈ ചാപ്റ്ററിനകത്തുള്ള ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബെനഫിറ്റ്സ് ഓഫ് ERP ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു കമ്പനിക്ക് എന്ത് മെച്ചമാണുള്ളത്, ബെനഫിറ്റ്സ് ഓഫ് ERP സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ബെനഫിറ്റ്സ് ഓഫ് റിസ്ക് നമുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത്ര എഴുതിയാൽ മതി. ബെനഫിറ്റ്സ് ഓഫ് ERP ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ബെനഫിറ്റ്സ് ഓഫ് ERP സിസ്റ്റം. അതിൽ ഒന്നാമത് ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഒരു കമ്പനിയിലെ എല്ലാ റിസോഴ്സും വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ റിസോഴ്സാണ്? ഹ്യൂമൻ ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും, മെഷീനറി ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കമ്പനിയിലെ എല്ലാ റിസോഴ്സും വളരെ നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, നല്ല യൂട്ടിലൈസേഷൻ കിട്ടും. വേണമെങ്കിൽ ഇത്ര എഴുതി വെക്കാം. ഞാൻ എൻ്റർപ്രൈസ് ക്യാൻ
പ്ലാൻ മാനേജ് ഇറ്റ്സ് റിസോഴ്സസ് എഫക്റ്റീവ്ലി ബൈ ഇൻസ്റ്റാളിങ് ERP. ഒരു കമ്പനിയിലുള്ള എല്ലാ റിസോഴ്സും നല്ല ഇഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും ഈ ERP സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ. സോ ദ വേസ്റ്റ് ഓർ ലോസ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് റിസോഴ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. എല്ലാ ടൈപ്പ് റിസോഴ്സിൻ്റെയും നഷ്ടങ്ങൾ നികത്താൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും, വേസ്റ്റേജ് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ക്യാൻ ബി എൻഷ്യൂർഡ്. എല്ലാ റിസോഴ്സും നല്ല ഇമ്പ്രൂവ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ERP ഇൻസ്റ്റാൾ ചെയ്താൽ എല്ലാ റിസോഴ്സും നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, വേസ്റ്റേജ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. രണ്ടാമത്തേത് ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇത് ഈ പോയിന്റ് ഇതാ. വിത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് എ വെബ് ബേസ്ഡ് ERP, കസ്റ്റമർ ക്യാൻ place their order, track the status of order and make payment from his or her office. എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പിന്നെ ഓൺലൈനായിട്ട് ഐറ്റം ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഐറ്റം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നു. ആ ഐറ്റം എവിടെ എത്തിയെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ചെയ്യാം, പ്ലേസ് ഓർഡർ, നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. ട്രാക്ക് ദ സ്റ്റാറ്റസ് ഓഫ് ഓർഡർ, നമ്മൾ പ്രൊഡക്റ്റ് ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ട്രാക്ക് ചെയ്യാം. മാത്രമല്ല മേക്ക് പേയ്മെൻറ്റ് ഫ്രം ഹെർ ഹോം, വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് നമുക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേ ചെയ്യാം, നെറ്റ് ബാങ്കിങ് പിന്നെ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം, നെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റത്തിനെ നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റും എന്ത് ERP ഉപയോഗിച്ചാൽ. മറ്റൊന്നാണ് പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് എഴുതിക്കോ. ERP സിസ്റ്റം വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ് സച്ച് എന്ന് വേണ്ട, പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ബെറ്റർ ഫ്യൂച്ചർ പ്ലാനിങ് ഓഫ് ദ എൻ്റർപ്രൈസ്. ERPയിൽ കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടാവും. ഒരു സെൻട്രൽ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നതുകൊണ്ട് എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് ഒരു കമ്പനിക്ക് അതിൻ്റെ ഫ്യൂച്ചറിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയും. കാരണം അത് ERP വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷന് ഡയറക്ടർ ബോർഡിന് പ്രൊവൈഡ് ചെയ്യും. ERP പ്രൊവൈഡ്സ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ, വളരെ കൃത്യമായ ഇൻഫർമേഷന് കമ്പനി മാനേജേഴ്സിനും ഡയറക്ടേഴ്സിനും ERP സോഫ്റ്റ്വെയർ നോക്കിയാൽ കിട്ടും. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ. മറ്റൊന്നാണ് പിന്നെ ERP കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി. വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ERP സോഫ്റ്റ്വെയർ തരും. പല ടൈപ്പ് റിപ്പോർട്ടുകൾ തരും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ എടുക്കാൻ പറ്റും. നമുക്കല്ല, കമ്പനിയിലെ മാനേജർക്കും ഡയറക്ടേഴ്സിനൊക്കെ തീരുമാനങ്ങൾ വളരെ കൃത്യമായിട്ട് എടുക്കാം. കാരണം ERP സോഫ്റ്റ്വെയറിനകത്ത് കുറേ ഇൻഫർമേഷൻ ഉണ്ടാകും. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് അവർക്ക് എന്ത് ചെയ്യാം, വളരെ കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാം. ഇങ്ങനെ എഴുതാം, നമുക്ക് എങ്ങനെ എഴുതാം, ആക്യുറേറ്റ് ആൻഡ് റിലവൻറ്റ് ഇൻഫർമേഷൻ ഗിവൺ ടു ഡിസിഷൻ മേക്കേഴ്സ് വിൽ ഹെൽപ്പ് ദം ടു ടേക്ക് ബെറ്റർ ഡിസിഷൻ ഫോർ റണ്ണിങ് ദ സിസ്റ്റം മോർ സ്മൂത്ത്ലി. വളരെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ERP തരുന്നത് കൊണ്ട് പിന്നെ മാനേജേഴ്സിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്, കമ്പനി ഓണേഴ്സിന് തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കും. ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കൂടും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. മറ്റൊന്ന് ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് കസ്റ്റമർ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റിൽ ചേഞ്ചസ് ഒക്കെ വളരെ എളുപ്പത്തിൽ വരുത്താൻ പറ്റും. ഇതാണ് ഇവിടെ പറഞ്ഞത്. An enterprise system improve the flexibility of manufacturing operation and the entire organization. നമുക്ക് കമ്പനിയിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ERP ഉപയോഗിച്ചാൽ. ERP സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കി, മാർക്കറ്റിൽ കോമ്പറ്റീറ്റർ വേറെ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടി, അതിനനുസരിച്ച് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പുതിയ പ്രൊഡക്റ്റ് ചേഞ്ചസ്, നമ്മളെ പ്രൊഡക്റ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് കസ്റ്റമർ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള പുതിയ ചേഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യാൻ അത്രയും ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യും ERP. ഓക്കെ. അപ്പോൾ പിന്നെ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് മാറും. ഫ്ലെക്സിബിൾ ആകാമെന്ന് ഉദ്ദേശിച്ചാൽ പെട്ടെന്ന് ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ചേഞ്ചസ്, മാറ്റങ്ങൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുക. ഓക്കെ. പ്രൊഡക്റ്റിൽ മാറ്റങ്ങൾ, പ്രോസസ്സിൽ മാറ്റങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കും ERP സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നൗ ആറാമത്തത് ഇൻഫർമേഷൻ ഇൻറ്റഗ്രിറ്റി. ഇൻഫർമേഷൻ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ
പിന്നെ വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ERP സോഫ്റ്റ്വെയറിലാണ്. ERPയിൽ ഒരു സെൻട്രൽ ഡാറ്റാബേസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ ഡാറ്റാബേസിലാണ് എല്ലാവരുടെയും ഇൻഫർമേഷൻ ഉണ്ടാവുക. ആ ഇൻഫർമേഷൻ വളരെ കൃത്യമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഈ പോയിന്റ് എഴുതാം. ദ എൻറ്റയർ ഇൻഫർമേഷൻ അബൌട്ട് എൻ്റർപ്രൈസ് ഇസ് സ്റ്റോർഡ് ഇൻ എ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്. ERPൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിലൊരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഉണ്ട്. എല്ലാ ഇൻഫർമേഷനും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. അങ്ങനെയുള്ളതിൻ്റെ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? സോ ദാറ്റ് complete visibility into all important processes across various departments of an organization can be achieved. അതിൻ്റെ സെൻട്രൽ ഡാറ്റാബേസ് ഉള്ളതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഇൻഫർമേഷൻ ഡാറ്റാബേസിലുണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും ആ ഇൻഫർമേഷൻ വിസിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഓർഗനൈസേഷനിൽ നിന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ ഡാറ്റാബേസ് ഉള്ളതുകൊണ്ട് എല്ലാ ഇൻഫർമേഷനും എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഒരു ERPയുടെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുക. എന്തൊക്കെയാണ് ERP സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുള്ള ബെനിഫിറ്റ്? ഒരു ഓർഗനൈസേഷനിലെ ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഒരു കമ്പനിയുടെ റിസോഴ്സ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, അവൻ്റെ ഫൈനാൻഷ്യൽ റിസോഴ്സ്, മെഷീൻസ്, ഇതൊക്കെ വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഇംപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ റിസോഴ്സും ഇംപ്രൂവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വിസിബിൾ ആയിരിക്കും. കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം, ക്യാഷ് ഓൺലൈനായിട്ട് പേ ചെയ്യാം, ഐറ്റംസ് എവിടെ ട്രാക്ക് ചെയ്യാം, ഓൺലൈനായിട്ട് ട്രാക്ക് ചെയ്യാം. അങ്ങനെ അതുകൊണ്ട് തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ ഇത്രയും ആളുകളിലേക്ക് എത്തുന്നത്. മറ്റൊന്നാണ് പ്രൊവൈഡ്സ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. ഒരു സെൻട്രൽ ഡാറ്റാബേസിൽ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും, അത് ആക്യുറേറ്റ് ആയിരിക്കും. അത് തന്നെയാണ് ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഏകദേശം ഉദ്ദേശിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ്. ഈ ERP സോഫ്റ്റ്വെയറിൽ തരുന്ന റിപ്പോർട്ടുകൾ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ കമ്പനി മാനേജേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ എടുക്കാൻ സാധിക്കും. മറ്റൊന്നാണ് ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി. കമ്പനിയിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ടെക്നോളജി ചേഞ്ചസും അതുപോലെ പ്രോസസ്സിലെ ചേഞ്ചസൊക്കെ വളരെ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും ERP ഇൻസ്റ്റാൾ ചെയ്താൽ. മറ്റൊന്നാണ് ഇൻഫർമേഷൻ ഇൻറ്റഗ്രിറ്റി. സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ERP സോഫ്റ്റ്വെയറിന് കിട്ടും. കാരണം അതിനകത്ത് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഇൻഫർമേഷൻ എല്ലാവർക്കും വിസിബിളാണ്. അപ്പോൾ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും വിസിബിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. സോ ERP കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജാണ് അത്. സോ ഈ ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് വളരെ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. നമുക്കാകെ പഠിക്കാനുണ്ടായിരുന്നത് എന്താണ് ERP എന്ന് ജസ്റ്റ് പഠിക്കുക. അതിനുശേഷം നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയായിരുന്നു? ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERPയുടെ പ്രധാനപ്പെട്ട ഫങ്ഷണൽ യൂണിറ്റ്സ് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ മൊഡ്യൂൾസ് ആയിരുന്നു അല്ലേ? ഫിനാൻഷ്യൽ മൊഡ്യൂൾ, മാനുഫാക്ചറിങ് മൊഡ്യൂൾ, പ്രൊഡക്ഷൻ മൊഡ്യൂൾ, അങ്ങനെ കുറേ മൊഡ്യൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? പിന്നെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ചില ERP സോഫ്റ്റ്വെയർ, ഒറാക്കിൾ, SAP, ഒഡോബ്, അതുപോലെ ടാലി, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് അതൊക്കെ പഠിച്ചു. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് ERPയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? ERPയുടെ ബെനിഫിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രൊവൈഡ്സ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ, ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി, ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇൻഫർമേഷൻ ഇൻറ്റഗ്രിറ്റി. സോ ഈ ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. എന്താണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, അതിൻ്റെ സോഫ്റ്റ്വെയറിനെ ERP സോഫ്റ്റ്വെയർ എന്താണ്, അതിലെ മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റിൽ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്, അങ്ങനെ ERP ഇൻസ്റ്റാൾ ചെയ്തുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ താങ്ക് യു ഫോർ വെരി മച്ച് ഫോർ ലിസണിങ്. ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. താങ്ക് യു വൺസ് അഗെയിൻ.